നമ്മുടെ സ്കൂളിൻ്റെ മൂലകളിലും പിന്നാമ്പുറങ്ങളിലും അടിമകളുണ്ട്. തെരുവോരങ്ങളിൽ നിന്നും സ്കൂളിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നിന്നും ഗ്രൗണ്ടിൻ്റെ മൂലകളിൽ നിന്നുമൊക്കെ ആ അടിമകളെ വിമോചിപ്പിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം നമ്മുടെ ചുമലിലുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊരു അടിമമോചനമാണ്. അഡിക്റ്റഡ് ആവുക എന്നാ പറയാ, ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെ പറയാ. അടിമകളാവുക എന്നല്ലേ പറയാ. അവൻ അതിന് അടിമയായി എന്ന് പറയാ, അവൾ അതിന് അടിമയായി എന്ന് പറയാ. അപ്പൊ ഇതെന്താ? അടിമ വിമോചനം. ഒരു നൂറ്റാണ്ട് ആവശ്യപ്പെടുന്ന അടിമ വിമോചനം, ഒരു കാലഘട്ടം ആവശ്യപ്പെടുന്ന അടിമ വിമോചനം. ഒരു മാഷൊരിക്കല് ക്ലാസ്സിലേക്ക് വരുമ്പോൾ 500 രൂപയുടെ നോട്ടും കൊണ്ടാവന്ന്. എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, നിങ്ങളിൽ ആർക്കാണ് ഇത് വേണ്ടത്? കുട്ടികളെല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് വേണം, എല്ലാവർക്കും വേണം, എനിക്ക് വേണം മാഷേ, എനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ മാഷ് ചെയ്തത് ആ നോട്ടിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിക്കളഞ്ഞു. ചുളിഞ്ഞുപോയ ആ നോട്ടിങ്ങനെ കാണിച്ചിട്ട് കുട്ടികളോട് ചോദിച്ചു, ഇപ്പം അതാർക്കാണ് വേണ്ടത്? അപ്പോഴും കുട്ടികളെല്ലാവരും പറഞ്ഞു, മാഷേ വേണം വേണം. അപ്പം മാഷ് ആ നോട്ടിങ്ങനെ താഴെ ഇട്ടിട്ട് അതിലിങ്ങനെ ചവിട്ടിക്കളഞ്ഞ്, ചെയ്യാൻ പാടില്ല, മാഷിങ്ങനെ ചവിട്ടിക്കളഞ്ഞ് പൊടിയായി മണ്ണായി കാണാൻ ഒരു ഭംഗിയില്ലാത്ത ആ നോട്ടിങ്ങനെ എടുത്ത് കാണിച്ചിട്ട് കുട്ടികളോട് ചോദിച്ചു, ഇപ്പം അതാർക്കാണ് വേണ്ടത്? അപ്പോഴും കുട്ടികളെല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് വേണം മാഷേ. മാഷ് ചോദിച്ചു, കാണാൻ ഒരു ഭംഗിയില്ലാതിരുന്നിട്ടും ചുളിഞ്ഞു പോയിട്ടും അഴുക്കായി പോയിട്ടും ഇപ്പോഴും ഈ നോട്ട് നിങ്ങൾക്ക് വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ കുട്ടികൾ വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികൾ പറഞ്ഞു, മാഷേ അത് 500 രൂപ തന്നെയാണല്ലോ, അതിന് മാറ്റമൊന്നുമില്ലല്ലോ, ചെളിയായിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ, ഒരു പൊടിയായിട്ടുണ്ട് എന്നല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പം മാഷ് പറഞ്ഞു കൊടുത്തു, എന്നാലേ എനിക്ക് എൻ്റെ കുട്ടികളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ജീവിതമല്ലേ, ചിലപ്പോഴും ഇങ്ങനെ പലതിലേക്കും പെട്ടു, കാണാൻ ഒരു ഭംഗിയുമില്ലാത്ത വിധം നിങ്ങളുടെ ജീവിതത്തിൽ അഴുക്കുകളൊക്കെ വരും, ചുളിഞ്ഞു പോവും. ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരുടെ ചവിട്ടുകൊണ്ട പാടുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങളൊരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാവും. എന്നാലും ഈ 500 രൂപയ്ക്കൊരു വില ഉണ്ട് എന്ന് എൻ്റെ കുട്ടികൾ തിരിച്ചറിഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു വില ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.